അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ പര്യടനത്തിന്റെ അവസാനമാണ് ഇവിടെ ഈ ഉണ്ണിക്കുന്നില് ഇപ്പൊ നമ്മൾ കൂടിയിരിക്കുന്ന ഈ സദസ്സ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ക്ഷമയുള്ള, അതിനേക്കാളും അപ്പുറം മനസ്സിലാക്കലുകളുള്ള ഒരു ജനസമൂഹമാണ് പേരാമ്പ്രയിലുള്ളത്. പാർലമെന്റ് ഇലക്ഷന്റെ സമയത്ത് ഇതേപോലെയായിരുന്നു പാതിരാവിലെ ടോർച്ച് എടുത്ത് നിങ്ങളെ പലരും കാട്ടുന്നത്. ഇന്ന് നമ്മളെ പല സ്ഥലത്തുനിന്നും ഇങ്ങോട്ട് എത്താനെടുത്ത സമയം ഇപ്പൊ നമുക്ക് മൈക്കില്ലാതെ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നു. കഴിഞ്ഞൊരു വേദിയിൽ ഞാനൊരു സ്ഥലത്ത് പോയപ്പം ഈസ്റ്റ് പേരാമ്പ്രയിലെ ഒരു സ്ഥലത്ത് പോയപ്പം വളരെ വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഒരു ഉപ്പ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കയ്യിലൊരു ഊന്നുവടി ഉണ്ട്. നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് പേടിയാവും. ഇപ്പുറത്തെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ട്, നിങ്ങൾക്കറിയാം, ഒരു ആന ടോർച്ച് ഉണ്ട്, അതുപോലത്തെ ഒരു ടോർച്ചുണ്ട്. ഞാൻ ചോദിച്ചു എന്താ ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നത് എന്ന്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഈ തെരഞ്ഞെടുപ്പിൽ കുട്ടി നീ ജയിക്കും, UDF ജയിക്കും. ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇവിടേക്ക് വരാൻ എനിക്ക് പറ്റിയിട്ടില്ല എങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് എനിക്കതൊരു ഖേദമായിരിക്കും. അങ്ങനെ ആൾക്കൂട്ടത്തിൽ ഒരു കാരണവരായിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ നാട് ആഗ്രഹിക്കുന്നത് UDFന്റെ വിജയമാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തി. 5 മിനിറ്റ് സ്ഥാനാർത്ഥി എന്ന് പറയുമെന്ന് കേൾക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഇതൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്തിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അല്ലെ? നമ്മൾക്ക് വളരെ കുറച്ച് സമയമേ മുന്നിലുള്ളൂ. ആ സമയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളോട് സംസാരിച്ച് ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്, ഞങ്ങളുടെ നാടിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ച് വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ പ്രതീക്ഷകൾ ഇന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് പ്രയാസകരമായിട്ടുള്ള സംഭവങ്ങളുണ്ട്. നമ്മളൊക്കെ ചിന്തിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച തലത്തിലേക്ക് ഇവിടെയുള്ള MLAക്കോ ഇവിടെയുള്ള സർക്കാരിനോ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റിയിട്ടില്ല. അതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള വികസന കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ഇപ്പം ഇവിടെ വർഗീയ കാർഡുമായിട്ട് CPM വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇനി രാഷ്ട്രീയം പറച്ചിൽ നിർത്തിയിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ വർഗീയ കാർഡിന്റെ പിന്നാലെ വരൂ എന്നായിരിക്കും അവർ ആലോചിക്കുന്നുണ്ടാവുക. അനി അങ്ങനെ പോണോ? നിങ്ങൾ പറ, നമ്മൾ അതിന് പിന്നാലെ പോണോ വേണ്ട? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ണിന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളുകളാണ് നിങ്ങൾ മതേതര നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇവിടെയുള്ള ഒരു ഉമ്മയ്ക്ക് തൊട്ടടുത്ത വീട്ടിലുള്ള ചേച്ചിയുടെ കുഞ്ഞിനെ എടുത്ത് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുന്നാളും വിഷുവും ഓണവും ഈസ്റ്ററും ഒക്കെ ആഘോഷിച്ചു കൊണ്ടാടുന്ന ആളുകളാണ്. ഈ മതേതര മൂല്യങ്ങൾക്കിടയിലേക്ക് ഇത്തരത്തിലുള്ള വർഗീയ ആരോപണങ്ങളുമായിട്ട് ആരെങ്കിലും വന്നാൽ അവർക്ക് ഈ നാട്ടിലുള്ള ആളുകൾ എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിലൂടെ വിധി എഴുതിയിട്ടുണ്ട്. പാർലമെന്റ്